വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മോർണിംഗ് വൈബ്സ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ മോർണിംഗ് വൈബ്സ് ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, തിരുവനന്തപുരത്ത് ഞെട്ടിക്കുന്ന ഒരു സംഭവത്തോടുകൂടിയാണ് ഇന്ന് വാർത്താ നേരം ഉണർന്നത് തന്നെ. ഒരു കുഞ്ഞിനെ 2.5 വയസ്സുവരെയായിട്ട് നാടോടി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സാഹചര്യം, അത് രാത്രിയാണ് സംഭവിച്ചത്. ആ കുഞ്ഞിനായുള്ള തെരച്ചിൽ ഊർജിതമാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം ആ കുഞ്ഞിന്റെ മുഖം ഓർത്തു വയ്ക്കുക. നമുക്ക് ആ കുഞ്ഞിനെ കണ്ടെത്തിയേ മതിയാകും. ആ കുഞ്ഞിനെ കണ്ടെത്തണം, അതിവേഗത്തിൽ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തട്ടെ. ഒരു മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടറിലാണ് ഈ തട്ടിക്കൊണ്ടുപോകാൻ വന്ന ആള് എന്ന് അനുമാനമുണ്ട്. എഫ്ഐആർ അത്തരത്തിലാണ് പറയുന്നത്. മഞ്ഞ നിറമുള്ള സ്കൂട്ടറിലാണ് എന്നത്. എന്താണെങ്കിലും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ കുഞ്ഞിന്റെ മുഖം ഓർത്തു വയ്ക്കുക. നമ്മുടെ ചുറ്റുപാടിൽ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന 047125010801. ഒരിക്കൽ കൂടി ഓർക്കുക, 0471250181. ഈ നമ്പറിലേക്ക് വിളിച്ച് ഉടൻ തന്നെ അറിയിക്കണം. ആ കുഞ്ഞിനെ നമുക്ക് വീണ്ടും കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. സുരക്ഷിതമായി നമുക്ക് ആ കുഞ്ഞിനെ തിരികെ എത്തിക്കണം. എന്നാലും ഹൈദരാബാദ് സ്വദേശികളാണ് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, നമ്മൾ രാവിലെ തന്നെ ഒരു ഞെട്ടലിലാണ്. അത്തരത്തിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ വാർത്ത വീണ്ടും കേരളത്തിൽ ഉണ്ടാകുന്നത് അത് ഉറപ്പായും നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നു. ഇപ്പോൾ എവിടെയൊക്കെയാണ് പരിശോധന നടക്കുന്നത് പ്രധാനമായി? എൽദോ, ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ എതിർവശത്ത് ബ്രഹ്മോസിന് സമീപത്തുള്ള ഒരു വിജനമായ സ്ഥലത്തിനടുത്താണ്. ഇവിടെയാണ് പോലീസിന്റെ വ്യാപകമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൊല്ലം ഓയൂരിലെ പോലെയുള്ള ഒരു സംഭവമായിട്ടല്ല പോലീസ് ഇതിനെ കാണുന്നത്. കാരണം അവിടെ അത് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ നടന്ന ഒരു സംഭവമായിരുന്നു എന്ന തരത്തിലേക്കൊക്കെ അന്വേഷണം ആദ്യഘട്ടത്തിൽ പോലീസ് നീട്ടിയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പോലീസ് കൃത്യമായി അതായത് ഈ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന ഒരു വിലയിരുത്തലിലാണ് പോലീസിന്റെ അന്വേഷണം ഈ വിജനമായ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓൾ സെയിൻസ് കോളേജിന്റെ സമീപത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്താണ്. ഈ ട്രാക്കിലടക്കം അരിച്ചു പെറുക്കുന്ന തരത്തിലാണ് പോലീസിന്റെ പരിശോധന രാവിലെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവിടെ ഒരുപാട് വിജനമായ സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ മാലിന്യങ്ങളും മറ്റും വലിച്ചെറിഞ്ഞ ആളുകൾ എത്താത്ത ഒരുപാട് വിജനമായ സ്ഥലങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ഭാഗങ്ങൾ. അതുകൊണ്ട് ഇവിടേക്ക് വിശദമായ പരിശോധന വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രിയാണ്, അർദ്ധരാത്രിയാണ് ഉറങ്ങിക്കിടന്ന കൂട്ടത്തിൽ നിന്ന് ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് ഈ 2 വയസ്സുകാരി മേരിയെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് സഹോദരങ്ങളാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പേട്ട പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തലസ്ഥാന നഗരിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അർദ്ധരാത്രി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതു വിധത്തിലും ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അപകടങ്ങളും അപായങ്ങളും ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് മേരിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ ശ്രമം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷൻ അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലെല്ലാം വ്യാപകമായ പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയതുറ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തുന്നത്. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ സമീപ സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനുള്ള നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ പോലീസിന് തിരിച്ചടിയായിരിക്കുന്നത് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തൊന്നും CCTV ദൃശ്യങ്ങൾ ഇല്ല, അല്ലെങ്കിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല. അതാണ് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിശോധന നടത്തി ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പരിശോധനകളിൽ ഈ കുഞ്ഞിനെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി മണിക്കൂറുകളായി പോലീസ് നടത്തിയ നീക്കം, അതിന് കൃത്യമായൊരു ഫലം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് സമീപ സ്ഥലങ്ങളിലെ അടക്കം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവർ കൃത്യമായി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. മറ്റൊരു സംഘമാണ് റെയിൽവേ സ്റ്റേഷനിലും മറ്റ് ഒഴിഞ്ഞ സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെ അടക്കം പോലീസ് സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാര്യമായ ലീഡുകളൊന്നും, അതായത് ഈ കുഞ്ഞിനെ ആരാണ് തട്ടിക്കൊണ്ടു പോയത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിശദാംശങ്ങളൊന്നും ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന സൂചനകൾ. എൽദോ, ഡാൻ, ഇവർ എത്ര നാളായി കേരളത്തിലുള്ളവരാണ്? അവരെ പറ്റിയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കുഞ്ഞിന്റെ വീട്ടുകാർ, കുടുംബാംഗങ്ങൾ പറയുന്നത് എന്താണ്? അവർക്ക് ആർക്കെങ്കിലും സംശയമോ അല്ലെങ്കിൽ അവരോട് ശത്രുതകൾ ആരെങ്കിലും ഉണ്ടോ? അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്.
എന്തോ അവർ ഈ തേൻ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തേൻ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിയതാണ് എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഈ രണ്ട് സഹോദരങ്ങൾ കൂടി മേരിക്കുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. അത്തരത്തിൽ സഹോദരങ്ങളാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന കാര്യം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഈ സഹോദരങ്ങളിൽ നിന്ന് മൊഴി ശേഖരിക്കുന്നതിനൊപ്പം തന്നെ കൃത്യമായി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ പിതാവിൽ നിന്നും മൊഴിയെടുക്കാൻ പോലീസ് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അത് പോലീസ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ കൃത്യമായ സൂചനകളൊന്നും, അതായത് അന്വേഷണത്തിന് തുമ്പുണ്ടാകുന്ന തരത്തിലുള്ള സൂചനകളൊന്നും ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ പോലീസ് കൃത്യമായി ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ, അതായത് ബ്രഹ്മോസിന് അടുത്തുള്ള ഈ ഒരു ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ പരിശോധന നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മറ്റു തരത്തിലുള്ള ഒരു മുൻവൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ ഈ കുടുംബത്തോട് എന്തെങ്കിലും പകയുള്ളവരോ ഒന്നും കുഞ്ഞിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയില്ല. അതിനപ്പുറത്തേക്ക് മറ്റ് എന്തെങ്കിലും ഉദ്ദേശത്തോടെ എത്തിയവരായിരിക്കാം ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയത്